എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ന്യൂസിലാൻഡിനെ കുറിച്ച് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നെഗറ്റീവാണ് അല്ലേ? ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ജോലി കിട്ടുന്നില്ല, വളരെ മോശം അവസ്ഥ, നേഴ്സുമാർ തിരിച്ചു പോകുന്നു. ഇനി മറ്റുള്ള ഏരിയകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് ന്യൂസിലാൻഡിൽ പാർട്ട് ടൈം ജോലികളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ന്യൂസിലാൻഡിലേക്ക് വരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന കുറേ ആളുകൾക്ക് ഇപ്പോൾ വലിയൊരു ഡൗട്ടാണ്, ഇനി എന്ത് ചെയ്യണം. ഇപ്പം ഞാനത് നേഴ്സുമാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, സ്റ്റുഡൻറ്റ് വിസ അടക്കമുള്ള മറ്റുള്ള ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരണോ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പ്രോഗ്രാം എടുത്ത് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോ തുടങ്ങിയ ഈ ചിന്തകളൊക്കെ ആളുകളിൽ ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കാറുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പ്രോസസ്സിങ് ചെയ്യണോ. അപ്പോൾ ഞാൻ അവരോടെല്ലാം അഡ്വൈസ് ചെയ്യുന്നു, നിങ്ങൾ സിറ്റുവേഷൻ പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ അഡ്വൈസ് വാങ്ങിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ റിസ്ക് ടോളറൻസ് ഇല്ലാത്തവരാണെങ്കിൽ അതുപോലൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനല്ലാതെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വേണ്ടി എടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇവിടുത്തെ ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥ, ന്യൂസിലാൻഡ് എന്ന രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ അവസ്ഥയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ന്യൂസിലാൻഡ് കടന്നു പോകുന്നത് അല്പം ഫിനാൻഷ്യലി മോശമായ അവസ്ഥയിൽ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കോവിഡ് കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ അല്പം നെഗറ്റീവാണ്. ഈ അടുത്തിടെയായിട്ട് കുറേ ന്യൂസുകളൊക്കെ ഞാൻ വായിച്ചത്, പ്രത്യേകിച്ച് ഗവൺമെൻറ് അണ്ടർ പ്രഷറാണ്, അവരുടെ ബഡ്ജറ്റ് വളരെ ടൈറ്റാണ്. ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും ന്യൂസിലാൻഡ് റിസഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡിലെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ന്യൂസിലാൻഡിൻ്റെ എല്ലാ ഗവൺമെൻറ് സെക്ടറുകളിലും ഒത്തിരി ജോബ് കട്ട്സ് നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ മൊത്തത്തിൽ കൂടിയതുകൊണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ ജോലികളായിട്ടും അല്ലെങ്കിൽ എക്സ്പെൻസായിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ മോശമായിട്ട് ബാധിച്ച ഒരു ഏരിയ ആണ് ഹെൽത്ത് ന്യൂസിലാൻഡ്, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഫ്രണ്ട് ലൈൻ അല്ലാത്ത ഒത്തിരി ജോലികൾ അവരെടുത്ത് മാറ്റി, അവർ ലിസ്റ്റ് ചെയ്തിരുന്ന ജോലികൾ മാറ്റി, അല്ലാതെ പല ഏരിയകളിലും വോളണ്ടറി ആയിട്ട് ആളുകളോട് റിഡൻഡൻസി ആവാൻ പറഞ്ഞേക്കാണ്. അതായത് നിങ്ങൾക്ക് ഈ ജോലി നിർത്തി പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ജോലി നിർത്തി പൊക്കോ, അപ്പോൾ അതിന് വേണ്ട ബെനിഫിറ്റുകളെല്ലാം ഗവൺമെൻറ് അവർക്ക് കൊടുക്കും. അപ്പോൾ കുറേ ആളുകളൊക്കെ അത് ചൂസ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൂടാതെ ഫോഴ്സ്ഫുള്ളി പല ജോലികൾ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ന്യൂസിലാൻഡിൻ്റെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇവർ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ചിലവാക്കുന്നത് സ്റ്റാഫിങ്ങിനാണ്. ഈ ഹെൽത്ത് ന്യൂസിലാൻഡിൻ്റെ മൊത്തത്തിൽ സ്റ്റാഫിങ്ങിന്. ഹെൽത്ത് ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡിലെ പബ്ലിക് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അതായത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു 22ഓളം ഹോസ്പിറ്റലുകളിലൂടെ ത്രൂ ഔട്ട് ന്യൂസിലാൻഡ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്ത് ന്യൂസിലാൻഡാണ്. അപ്പോൾ അവരുടെ എക്സ്പെൻസ് ഏകദേശം എന്തോരം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ അവർ ലേറ്റസ്റ്റ് പറഞ്ഞൊരു കണക്കനുസരിച്ച് ഏറെക്കുറെ $1.3 ബില്യൺ അവർ അധികമായിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ന്യൂസിലാൻഡിൽ നേഴ്സുമാർക്ക് ജോലി കിട്ടാനായിട്ട് വളരെ വലിയ പാടാണ്. അപ്പോൾ അത് അവർ ആ ഒരു സംഗതി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വേക്കൻസികളൊന്നും അവർ ഫില്ല് ചെയ്യുന്നില്ല. കാരണം ഒരു നേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നേഴ്സിന് കൊടുക്കുന്ന സാലറി, അതിൻ്റെ ഒരു മന്ത്ലി കൊടുക്കുന്ന സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ $10,000 എനിക്ക് ഏകദേശം ഒരു കണക്കനുസരിച്ച് വരും. അപ്പോൾ അങ്ങനെ എത്ര നേഴ്സുമാരെ അവർക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നോ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അവർ നോക്കുന്നത്. അത് നേഴ്സുമാർ മാത്രമല്ല, ഈ ഹെൽത്ത് ന്യൂസിലാൻഡ് തന്നെ പല സെക്ടറുകളിൽ ഈ ഒരു ജോബ് കട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റുള്ള ഗവൺമെൻറ് മറ്റുള്ള സെക്ടറുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒത്തിരി ടീച്ചർമാരുടെ ജോലികൾ അവർ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ട് ലൈൻ അല്ലാത്ത റോളുകൾ, അതായത് അഡ്മിൻ സ്റ്റാഫുകൾ, അല്ലാതെയുള്ള സപ്പോർട്ട് സ്റ്റാഫിൻ്റെയൊക്കെ വേക്കൻസീസ് എടുത്തു മാറ്റുകയും അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റൊക്കെ കുറവാണ്. ഇനി സോഷ്യൽ വർക്കേഴ്സിൻ്റെ കാര്യം, മിനിസ്ട്രി ഓഫ് ചിൽഡ്രൻ്റെ കാര്യത്തിലെടുത്ത ഒത്തിരി സോഷ്യൽ വർക്കേഴ്സ്, അതുകൂടാതെ അവിടെയുള്ള പല ജോബുകൾ ഇവർ കട്ട് ചെയ്യുന്നുണ്ടായി, പോലീസിൽ ജോബ് കട്ട് ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഒട്ടുമിക്ക സെക്ടറുകളിലും ഒത്തിരി ജോലികളൊക്കെ കട്ട് ചെയ്ത് ഇവിടെ ഗവൺമെൻറ് ചെലവ് ചുരുക്കാനുള്ള വൻ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പബ്ലിക് സെക്ടറിൻ്റെ കാര്യമാണ്. ഇനി പ്രൈവറ്റ് സെക്ടറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രൈവറ്റ് കമ്പനികൾ ഈ ഒരു കഴിഞ്ഞ 1-2 വർഷമായിട്ട് പൂട്ടിപ്പോയി, അല്ലെങ്കിൽ അവരുടെ ജോലി അവസാനിപ്പിച്ചു പോയി.
വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഒത്തിരി പ്രൈവറ്റ് കമ്പനികളും കടന്നു പോകുന്നത്. കാരണം ഇവിടുത്തെ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി, ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് നീക്കിയിരിപ്പ് ഇല്ലാതെ, സേവിങ്സ് ഇല്ലാതെ, അങ്ങനെ വരുമ്പോൾ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ്, സാധനങ്ങൾ വാങ്ങിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ സൈക്കിളാണല്ലോ. അപ്പം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അത് നമ്മുടെ ചിലവിനെ ബാധിക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നു. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് കുറയുമ്പോൾ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ വരവ് കുറയുന്നു, പ്രോഫിറ്റ് കുറയുന്നു. അപ്പോൾ ഇതിനെ കോവിഡ് കഴിഞ്ഞ സമയത്തൊക്കെ ഒരു മോർഗേജിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത് 2.5%, 2% ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് 7%-ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം, ഒരു $5 ലക്ഷം ഒരു വീടിന് വായ്പ എടുത്തേക്കുന്ന ഒരാളാണെങ്കിൽ 2% അല്ലെങ്കിൽ 2.5% ഇൻട്രസ്റ്റ് അടച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അതിൻ്റെ 3 ഇരട്ടി അടയ്ക്കേണ്ട വരുമ്പോൾ എത്രമാത്രം ഇൻട്രസ്റ്റ് ആയിരിക്കും, എത്രമാത്രം മൊത്തത്തിലുള്ള ചിലവായിരിക്കും അവർക്ക് കൂടുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു കണക്കനുസരിച്ച് ഞാനിവിടെ കോവിഡ് കഴിഞ്ഞ സമയത്ത് വീടിന് അടച്ചുകൊണ്ടിരുന്നത് $1000 ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7 കഴിഞ്ഞപ്പോൾ അടയ്ക്കുന്നത് ഏറെക്കുറെ $1800-2000 അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 3/4%, അതായത് 75% പോകുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അപ്പം മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സ്പെൻസ് കൂടി, ജീവിത ചെലവ് കൂടി, അപ്പോൾ നമ്മുടെ സ്പെൻഡിങ് കുറഞ്ഞു. ആ സ്പെൻഡിങ് കുറഞ്ഞത് പ്രൈവറ്റ് കമ്പനികളെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചു. അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റ് കുറയുമ്പോൾ അവർ ശ്രമിക്കുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ അവർ സ്റ്റാഫിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ബിസിനസ്സുകൾ പയ്യെ ക്ലോസ് ചെയ്യാൻ തുടങ്ങും. കാരണം ആർക്കും ഒരു ബിസിനസ് നഷ്ടത്തിൽ ഓടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫിനാൻഷ്യൽ അവസ്ഥ. അപ്പോൾ പലരും ചോദിക്കുന്നതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മോശം ഫിനാൻഷ്യൽ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജോലികൾ കട്ട് ചെയ്യും. അപ്പോൾ ഈ ജോലികൾ കട്ട് ചെയ്യുമ്പോൾ പല രീതിയിലാണ് അത് നമ്മളെ ബാധിക്കുന്നത്. ഇപ്പോൾ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ആൾ വേറെ ജോലി അന്വേഷിക്കും. അപ്പോൾ നിലവിൽ ഉള്ള ജോലികൾ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ, അതുകൂടാതെ മൈഗ്രൻസ് ആയിട്ട് വരുന്നവർ, അതുകൂടാതെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ, ഇവിടെയൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു നെഗറ്റീവ് എലമെൻറ്റ്സ് ന്യൂസിലാൻഡിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടാൻ പാടായിരിക്കും. നമുക്ക് മൈഗ്രൻസ് വരുന്നത് കുറയുന്നില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ അവസ്ഥ മോശമാണെങ്കിലും മൈഗ്രൻസ് വരുന്നത് കുറയുന്നില്ല, സ്റ്റുഡൻസ് വരുന്നത് കുറയുന്നില്ല. അപ്പോൾ ഈ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടെ തന്നെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്ന ഒത്തിരി സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ, മറ്റുള്ള കോഴ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വന്ന സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് സെയിം കാര്യമാണ്. ചേട്ടാ, പാർട്ട് ടൈം ജോലി കിട്ടാൻ ഒരു രക്ഷയില്ല, ഭയങ്കര പാടാണ്. ഇപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഹാമിൽട്ടണിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി വന്നിട്ട് 2 മാസം കഴിഞ്ഞു, ഇതുവരെ ഒരു ജോലി ആയിട്ടില്ല. അത്യാവശ്യം എല്ലായിടത്തേയും ഡയറക്റ്റായിട്ട് പോയി CV കൊടുത്തു, അല്ലാതെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം റിജക്ഷനാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പയ്യെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരു ശുഭസൂചനയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറയുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എക്സ്പെൻസ്, അത് ആളുകളുടെ ചിലവ് കുറയും. അപ്പോൾ ഇത്തിരി കൂടി ആളുകൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാം കമ്പനികളുടെ പ്രോഫിറ്റൊക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതൽ ജോബ് ഓപ്പണിങ്ങൾ വരും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ പുതിയ ആളുകൾ ബിസിനസ് തുടങ്ങാനായിട്ട് മുന്നോട്ട് വരും. കാരണം ബോറോയിങ് കപ്പാസിറ്റി കൂടും ആളുകളുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയും വേക്കൻസികളൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു 4-5 വർഷം കൂടുമ്പോൾ ഈ ഒരു സൈക്കിൾ വരും. ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ അനുസരിച്ച് ഈ ഒരു എഫക്റ്റ് എല്ലാം നമുക്ക് കാണുന്നതാണ്. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് ഏറെക്കുറെ 2014-15 സമയത്തൊക്കെ ഇതേപോലത്തേക്ക് ഒരു അവസ്ഥയായിരുന്നു. ജോലി കിട്ടാനൊക്കെ പാടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു സൈക്കിള്. അപ്പോൾ ആ ഒരു സൈക്കിളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ബെറ്റർ അവസ്ഥയായിരിക്കുമെന്നാണ്. പിന്നെ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാം. നമുക്ക് റിസ്ക് എടുക്കാതെ ഒരു കാര്യങ്ങളും നമുക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനപ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് കരുതി വന്നതാണ്. ഇത് പറഞ്ഞ് ഏതൊക്കെയോ അവിയലുക പരുവത്തിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് കുറച്ച് എനിക്ക് ജനറലായിട്ട് ആളുകൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ഞാൻ വായിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് അറിവുകളാണ്. ഇതിനുവേണ്ടി ചെയ്യുന്ന കുറച്ച് റിസർച്ചുകളുടെയൊക്കെ റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% റൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ തിരുത്താം. എനിക്കും അത് ഒരു യൂസ്ഫുൾ ആണ്, കാരണം എൻ്റെ നോളജ് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഹാപ്പിയാണ്. ആ ടോപ്പിക്ക് എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നും ഇതേപോലെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ന്യൂസിലാൻഡിലേക്ക് വരാനിരിക്കുന്നവർ, അല്ലെങ്കിൽ കമ്മിങ് സൂൺ ടു ന്യൂസിലാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഇതേപോലെയുള്ള അത്യാവശ്യം നല്ല ഡിസ്കഷനുകളൊക്കെ ചെയ്യുന്നതാണ്. ന്യൂസിലാൻഡിലുള്ള ഒത്തിരി ആളുകൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.